ഹായ് ഫ്രണ്ട്സ്, സ്വദേശ് മെഗാ ക്വിസിൻ്റെ സബ് ജില്ലാ തലമാണ് ഈ വരുന്ന 13-ാം തീയതി. അതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിൽ സബ് ജില്ലാ തലത്തിൽ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. 40 ചോദ്യങ്ങൾ ഈ വീഡിയോയിൽ ഉണ്ട്. പാർട്ട് 1 ആണിത്. പാർട്ട് 2 ഉടൻ തന്നെ ചാനലിൽ വരുന്നതായിരിക്കും. ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം 1920. ജനഗണമന ആദ്യമായി ആലപിച്ചത് ഏത് ചടങ്ങിലാണ്? കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിൽ ഉൾപ്പെടുന്നു? ആർട്ടിക്കിൾ 19. 1946 ഭരണഘടനാ നിർമ്മാണ സഭയിലെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മലയാള ഭാഷയുടെ ഏറ്റവും പ്രാചീനമായ ലിപിയുടെ പേര്? വട്ടെഴുത്ത്. ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി? മലാല യൂസഫ്സായി. 2014 നോബൽ സമ്മാനം ലഭിച്ചത്. ആരുടെ സ്മരണാർത്ഥമാണ് ദേശീയ യുവജന ദിനം ആഘോഷിക്കുന്നത്? സ്വാമി വിവേകാനന്ദൻ. ഇന്ത്യയിൽ ആദ്യമായി സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ നവോത്ഥാന നായകൻ? ശ്രീനാരായണ ഗുരു. അൺഹാപ്പി ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആര്? ലാലാ ലജ്പത് റായ്. പോളോ എന്ന കളിയിൽ ഒരു ടീമിൽ എത്ര കളിക്കാർ ഉണ്ടാവും? 4 കളിക്കാർ. ഗാന്ധി സിനിമയുടെ സംവിധായകൻ ആരാണ്? റിച്ചാർഡ് ആറ്റൻബറോ. നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിയെ പ്രേരിപ്പിച്ച സംഭവം? ചൗരി ചൗരാ സംഭവം. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചതാര്? വിൻസ്റ്റൺ ചർച്ചിൽ. ജിന്ന vs ഗാന്ധി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? റോഡ്രിക് മാത്യൂസ്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ചുമതല ഏൽക്കേണ്ടത് ആരാണ്? ഉപരാഷ്ട്രപതി. രണ്ടുപേരുടെയും അഭാവത്തിൽ ആരാണ് ചുമതല ഏൽക്കേണ്ടത്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ്? 1924 ബെൽഗാം സമ്മേളനത്തിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട വർഷം? 1885. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശ്. ആഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? നെൽസൺ മണ്ടേല. നക്ഷത്ര ആമകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ഇടുക്കി ജില്ലയിലെ ചിന്നാർ വന്യജീവി സങ്കേതം. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബുൽ കലാം ആസാദ്. ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ്? നവംബർ 11. ആസാദിൻ്റെ ജന്മദിനം ആണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത്? IK കുമാരൻ മാസ്റ്റർ. ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ബാങ്കുകൾ ദേശസൽക്കരിക്കപ്പെട്ടത്? ഇന്ദിരാഗാന്ധി. ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? OM നമ്പ്യാർ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനി. ലോക മനുഷ്യാവകാശ ദിനം എന്നാണ്?
ഡിസംബർ 10. LPGയുടെ പൂർണ്ണ പേര് എന്താണ്? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മലയാള നോവൽ ഏത്? തകഴിയുടെ ചെമ്മീൻ. അന്തർദേശീയ അഹിംസാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ 2. വിവരാവകാശ നിയമം പാസാക്കിയ വർഷം? 2005. ലോകത്തെ ആദ്യ പൂർണ്ണ ഡിജിറ്റൽ ആർട്ട് മ്യൂസിയം ഏത് രാജ്യത്താണ്? ജപ്പാൻ. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം? 1924. നെഹ്റുവിൻ്റെ ആദ്യ പൊതുപ്രസംഗം എവിടെ വച്ചായിരുന്നു? 1915 അലഹബാദിൽ വച്ച്. നാട്ടുരാജ്യങ്ങളുടെ ലയന കരാർ പട്ടേലിനൊപ്പം തയ്യാറാക്കിയ മലയാളി? VP മേനോൻ. ദേശീയ യുവജന ദിനം എന്നാണ്? ജനുവരി 12. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ള ജില്ല? മലപ്പുറം. മിന്റോ-മോർലി പരിഷ്കാരത്തിൻ്റെ മറ്റൊരു പേര് എന്താണ്? ഇന്ത്യൻ കൗൺസിൽ ആക്ട്. ബോണസ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ഇതിൻ്റെ ഉത്തരം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. താങ്ക് യു.